തിയേറ്ററിൽ നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഒരു നല്ല സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, ആ ഒരു ഫീലാണ് എനിക്ക് നാരായണീന്റെ മൂന്ന് ആൺമക്കൾ എന്ന സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ കിട്ടിയത്. ശരിക്കും നല്ലൊരു സിനിമ അനുഭവം എന്ന് തന്നെ പറയാം ഈ സിനിമയെ കുറിച്ച്. ഭയങ്കര സ്ലോ ആണ് സിനിമ. നമ്മൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒക്കെ ഫിലിംസ് ഒക്കെ കാണൂലേ, അതുപോലെ ഭയങ്കര സ്ലോ ആണ് സിനിമ. ഒരു ഡയലോഗ് പറയുന്നു, പിന്നെ അതിന്റെ റിയാക്ഷൻ വരുന്നു. ഡയലോഗ് ഡെലിവറി തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ്, പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നില്ല. കാരണം അത്രയും ഫീലാണ് സിനിമ. നമ്മൾ ആ കുടുംബത്തില് അവരുടെ കൂടെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ട് 2 മണിക്കൂർ അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന ഒരു ഫീലാണ്. ഈ 2 മണിക്കൂറിൽ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച്, അതും അതിന്റെ ആ ഫീല് പോവാതെ അത്രയും അടിപൊളിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമുള്ള സിനിമ. ഇതിന്റെ ഡയറക്ഷൻ ശരൺ വേണുഗോപാലാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്ന. മാൻ, ഗുഡ് വർക്ക്. ഗുഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി വർക്ക്. അഭിനയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജോജു ജോർജ് നമുക്ക് പിന്നെ അറിയാം, പുള്ളി ഏത് റോള് കിട്ടിയാലും പുള്ളി അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. പുള്ളിക്ക് നല്ലൊരു റോളാണ് ഈ ഫിലിമിലുള്ളത്. ഒരു കഥയില്ലാത്തൊരു ക്യാരക്ടർ ആളെന്നൊക്കെ പറയൂല, അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് പുള്ളിനെ കാണുന്നത് ഫിലിമിൽ. പക്ഷെ പുള്ളി എന്താണെന്നുള്ളത് നമുക്ക് സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒരു ഒരു ഡയലോഗ്സ് ഒക്കെ ഉണ്ട് പുള്ളിയുടെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള. നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി ആ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നുള്ള സുരാജും നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു സുരാജിന്റെ. പുള്ളി ഒരു 25 ഇയേഴ്സ് ആയിട്ട് കുടുംബത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഒരു മുസ്ലിം പെൺകുട്ടീനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഇപ്പൊ അമ്മ സുഖമില്ലാതെ കിടക്കുമ്പോൾ കാണാൻ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. പക്ഷെ പുള്ളി നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു സുരാജിന്റെ. ആ ലാസ്റ്റ് അമ്മയോട് യാത്ര ചോദിക്കുന്ന ആ സീനൊക്കെ ശരിക്കും ഇമോഷണൽ സീൻസ് ആയിരുന്നു. നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. അലൻസിയറും കൊള്ളായിരുന്നു. അലൻസിയർ കുറച്ച് റൂഡായിട്ടുള്ള ക്യാരക്ടറാണ്. പുള്ളിയുടെ ആ ഡയലോഗ്സും ആ ഇതിൽ നിന്ന് തന്നെ അറിയാം ആ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഫിലിമിൽ. പിന്നുള്ള മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജിന്റെ മകനായിട്ട് അഭിനയിക്കുന്ന തോമസ് മാത്യു നമ്മുടെ ആനന്ദം എന്ന ഫിലിമിലെ നായകനാണ്. അന്ന് വലിയ ഇതൊന്നും തോന്നില്ല, പക്ഷെ ഈ ഫിലിമില് പുള്ളിയുടെ നല്ല പെർഫോമൻസ് ആണ്. എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറിയും നല്ല രസം, നല്ല ഫീൽ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടമായി. പിന്നെ നമ്മുടെ അലൻസീറിന്റെ മോളായിട്ട് അഭിനയിക്കുന്ന ഗാർഗി ആനന്ദൻ, പുള്ളിക്കാരത്തി നല്ല പെർഫോമൻസ് തന്നെയാണ്. ഇവരുടെ ഈ മാത്യുവിന്റെയും ഗാർഗി ആനന്ദിന്റെയും കോൺവെർസേഷൻസ് തന്നെ ഒരുപാടുണ്ട് ഫിലിമിൽ. ശരിക്കും നല്ല ഫീലോടുകൂടി അത് എടുത്തേക്കണം. അതിങ്ങനെ ആസ്വദിച്ച് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അവരുടെ ഒരു റിലേഷൻഷിപ്പും ശരിക്കും അത് നമുക്കത് ക്ലിയർലി ഫീൽ ആവും. അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പു പ്രഭാകറിന്റെ ക്യാമറ വർക്കാണ്. അടിപൊളിയായിട്ടാണ് ഈ ഫ്രെയിംസ് ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു നാട്ടിൻപുറത്ത് ഒരു വീട്ടിലെത്തി കഴിയുമ്പോൾ ആ ഒരു ഫീലാണ് നമുക്ക് സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. പിന്നെ കുറെ സ്റ്റാറ്റിക് ഷോട്ടുകളുണ്ട്. ക്യാമറ ജസ്റ്റ് ഇങ്ങനെ വച്ചിരിക്കുകയാണ്, അവരുടെ കോൺവെർസേഷൻസും അവർ ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അപ്പൊ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. നമ്മൾ അവരുടെ കൂടെ നമ്മൾ കൂടി സഞ്ചരിക്കുന്നുള്ള ഒരു ഫീല് കിട്ടും. അതുപോലെയാണ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിഷ്വൽസും അതുപോലെ തന്നെ അടിപൊളി വിഷ്വൽസും. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക് ആണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാഹുൽ രാജാണ്. സോങ്സ് ശരിക്കും നമ്മൾ ഇതുപോലെ സ്ലോ ഫിലിംസിൽ സോങ്സ് വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വലിച്ചിലൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ആ സിറ്റുവേഷന് മാച്ച് ആയ അതുപോലത്തെ സോങ്സ്, നല്ല രസമുള്ള സോങ്സ്. അതുപോലെ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിക്ചറൈസേഷനും അടിപൊളിയായിരുന്നു. പിന്നെ ബി ജി എം ആ ഒരു സിറ്റുവേഷനിൽ, ഓരോ സിറ്റുവേഷനിലും വരുന്ന BGM, ചില സൈലൻസ് ഉണ്ട്. സൈലൻസ് കഴിഞ്ഞ് ഒരു കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ ഒരു സൗണ്ട് വരുന്നത് അടിപൊളിയാണ്. BGM വർക്കും സോങ്സ് വർക്കും രാഹുൽ രാജ് അടിപൊളി വർക്കായിരുന്നു. ജ്യോതി സ്വരൂപാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല കട്ട്സ് ആയിരുന്നു. ശരിക്കും ഫാസ്റ്റ് പേസ് കട്ട് അല്ലല്ലോ, ഇത് ഒരു സ്ലോ ഫിലിമാണ്. ആ ഒരു സ്ലോ പേസ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയുള്ള കട്ട്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നല്ലൊരു വർക്ക് തന്നെയായിരുന്നു. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു ഫീല്, നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു നല്ല സിനിമാ അനുഭവമാണ് എനിക്ക് ഈ സിനിമ സമ്മാനിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.